സുന്നത്തുകൾ സൂക്ഷിച്ച് നടക്കുന്ന ആളുകൾ ജീവിതത്തിൽ എന്നും ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട സുന്നത്തുകൾ അങ്ങനെ പാലിച്ചു കൊണ്ട് നടക്കുമ്പോ സുബ്ഹാനല്ലാഹ് മരണാനന്തര ജീവിതത്തിൽ വലിയ സന്തോഷം അവർക്കുണ്ടായിത്തീരുമെന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചപ്പോ മഹാനവർകൾ അവിടെ കൊണ്ടുവന്ന ഒരു സംഭവം ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു നസ്ർ സ്വാഗി റളിയല്ലാഹു അൻഹു മുഹമ്മദ് ഇബ്നു നസ്ർ റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ ബാപ്പ നസ്ർ എന്നാണ് എൻ്റെ ഉപ്പാന്റെ പേര്, നസ്ർ റഹ്മത്തുള്ളാഹി അലൈഹി നസ്ർ സ്വാഗി. അദ്ദേഹത്തിനൊരു സ്വഭാവമുണ്ട്, നാട്ടിലേതാള് മരണപ്പെട്ടാലും എൻ്റെ ഉപ്പ ജനാസ നിസ്കരിക്കാനും ജനാസയുടെ തജ്ഹീസിലും പങ്കെടുക്കുന്നതിൽ വലിയ ശ്രദ്ധയുള്ള ആളായിരുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് ഖബർസ്ഥാനിലേക്ക് പോകും, എന്നിട്ട് ഖബർ മറമാടുന്നതിലും ശേഷമുള്ള പ്രവർത്തനങ്ങളിലൊക്കെ സംബന്ധിക്കും. അങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, മോനെ, ഒരിക്കൽ ഞാനൊരു ജനാസയുടെ കൂടെ പോയി. ആ ജനാസ നിസ്കാരം കഴിഞ്ഞ് ആ മനുഷ്യനെ ഒരു ഖബറിലേക്ക് വെച്ചപ്പോ ഞാൻ കണ്ടു, ഖബറിലേക്ക് രണ്ടാളുകൾ ഖബറിലേക്ക് ഇറങ്ങുന്നത് കണ്ടു. എനിക്ക് പരിചയമില്ലാത്ത രണ്ട് രൂപങ്ങളാണ്. കുറച്ചു കഴിഞ്ഞപ്പോ ഒരാൾ പുറത്തേക്ക് വന്നു, പക്ഷേ ഒരാൾ വന്നില്ല. ജനങ്ങൾ ഇനി ഉള്ളിൽ ആരും ഇല്ല എന്ന നിലക്ക് സാധാരണ ഖബറിന്റെ ഉള്ളിൽ പണിയെടുക്കുന്ന ആളുകളൊക്കെ പുറത്തിറങ്ങിയല്ലോ എന്ന നിലക്ക് അവരതാ ഖബർ മൂടിയിട്ട് മണ്ണിട്ടു. ഞാൻ പലരോടും പറഞ്ഞു, ഉള്ളിൽ ഒരാളുണ്ടല്ലോ. രണ്ടാള് നേരത്തെ ഇറങ്ങിയതിൽ ഒരാളെ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. ആളുകൾ പറഞ്ഞു, ഉള്ളിൽ ആരും ഇല്ല. ഉള്ളിൽ ആരും ഇല്ലാത്തത് കൊണ്ടാണ് മണ്ണിട്ട് മൂടിയത്. അങ്ങനെ അവരൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സിലെ സംശയം നീങ്ങുന്നില്ല. ഞാൻ പിന്നെയും പറഞ്ഞു, മാറഅയ്തു ഇല്ലസ്നൈൻ, രണ്ടാളെയാണല്ലോ ഞാൻ കണ്ടത്. ഖറജ വാഹിദുൻ വബഖിയൽ ആഖർ, ഒരാൾ അവിടെ തന്നെയുണ്ട്, ഒരാൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ആ ഖബറിന്റെ സമീപത്ത് അങ്ങനെ തന്നെ നിന്നു. കുറച്ചു നേരം നിന്നിട്ട് ഞാൻ കുറെ നേരം അതാ പിന്നെയും അവിടെ ചെലവഴിക്കാൻ തീരുമാനിച്ച് സൂറത്ത് യാസീനും തബാറക സൂറത്തും അങ്ങനെ ഓതി. പല തവണ ആവർത്തിച്ചു ഓതിയപ്പോ ഞാൻ പറഞ്ഞു അള്ളാഹുവിനോട്, അള്ളാഹുവേ, ഞാൻ കണ്ട വിഷയത്തെ പറ്റിയുള്ള രഹസ്യം എനിക്ക് നീ അറിയിച്ചു തരണേ അല്ലാ. എനിക്ക് മനസ്സിൽ പേടിയുണ്ട്. രണ്ടാൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടു. പിന്നെ ഉള്ളിൽ നിന്ന് ഒരാളല്ലേ പുറത്ത് വന്നിട്ടുള്ളൂ. ഒരാൾ ഉള്ളിലുണ്ടല്ലോ ഇപ്പോഴും, അയാൾ പുറത്ത് വന്നിട്ടില്ലല്ലോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഖബർ പിളർന്നു. ഒരു വ്യക്തി പുറത്തേക്ക് വന്നു. അതേ രണ്ട് തവണ 3 തവണയായി ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. 3ാമത്തെ തവണ വിളിച്ചപ്പോ അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, അന്ത നസ്റു സ്വാഇഖ്, നിങ്ങളാണോ നസ്റു സ്വാഇഖ്? അതെ, ഞാൻ തന്നെയാണ് നസ്റു സ്വാഇഖ്. എന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതെ, എന്നെ അറിയുമോ? നിങ്ങളെ എനിക്കറിയില്ലല്ലോ. എന്നെ നിങ്ങൾക്കറിയുമോ? നിങ്ങളെ അറിയും. നിങ്ങൾ നസ്റാണ് എന്ന് എനിക്ക് ശരിക്കറിയും. ഞങ്ങൾ ആരാന്നറിയുമോ? നഹ്നു മലക്കാനി മിൻ മലായികത്തിർ റഹ്മ, റഹ്മത്തിന്റെ മലക്കുകളിൽപ്പെട്ട 2 മലക്കുകളാണ്. ഉക്കിൽനാ ബി അഹ്ലി സുന്നah, സുന്നത്ത് ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച് കൊണ്ട് നടക്കുന്ന ആളുകളില്ലേ, അവരെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ് ഞങ്ങള്. ഇദാ വുദിഉ ഫീ ഖുബൂരിഹിം, ഖബറിൽ അവരെ കൊണ്ടുപോയി വെക്കപ്പെട്ടാൽ നസൽനാ, ഞങ്ങൾ ഖബറിലേക്ക് ഇറങ്ങി ചെല്ലും. ഹത്താ നുലഖിനുഹുമുൽ ഹുജ്ജാ, അവർക്ക് വേണ്ട തെളിവുകളും ലക്ഷ്യങ്ങളും മലക്കുകൾ വന്ന് ചോദിക്കുമ്പോ ഓരോന്നായി പറഞ്ഞു കൊടുക്കും. ഒരാൾക്കും ഒരു വിഷമവും അനുഭവിക്കേണ്ടി വരില്ല. സുന്നത്തുകൾ നിസ്സാരമായി കാണരുത്, അത് ചെറുതായി കാണരുത്. ഞാനൊന്നും അത് ചെയ്യേണ്ട ആളല്ലെന്ന് ചിന്തിക്കരുത്. അറിവുള്ള സുന്നത്തുകൾ ജീവിതത്തിൽ പതിവാക്കി പ്രകാശിപ്പിച്ചു കൊണ്ട് നടക്കണം. എത്ര സുന്നത്തുകൾ നമ്മൾ ജീവിതത്തിൽ എങ്ങനെ പതിവാക്കാൻ കഴിയുമോ അത്രയും വലിയ നന്മയാണ് നമുക്കുണ്ടായിത്തീരുന്നത്. നാളെ ഒറ്റക്ക് കിടക്കുന്ന ഖബറില് വലിയ സന്തോഷം ലഭിക്കാൻ ഉമ്മമാരെ, സഹോദരങ്ങളെ, നിത്യജീവിതത്തിൽ ഫർളിനോടൊപ്പം പതിവാക്കുന്ന സുന്നത്തുകൾ നമുക്ക് വലിയ കാരണമായി കിട്ടും. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ നല്ല മലക്കുകളുടെ സഹായവും നല്ല സംരക്ഷണവും സന്തോഷവും ലഭിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.